ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. സ്വതം ഇന്നത്തെ ചെറിയൊരു ചിന്തയ്ക്കായിട്ട് 2 രാജാക്കന്മാർ 4:1 മുതൽ 7 വരെയുള്ള ഭാഗമായി. 2 രാജാക്കന്മാർ 4:1 മുതൽ 7 വരെ. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും യോപാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ പൂവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്നു, തന്റെ മക്കളോട് കൂടെ അകത്തു കടന്നു വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിട്ട് കടം വീട്ടിയ ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. സ്വതം എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഇത് 2 വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത്ര സുപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ പരിചിതമായിട്ടുള്ള നിങ്ങളൊക്കെ തന്നെ ഇതിന് മെസ്സേജ് പറഞ്ഞിട്ടുള്ള വാക്യങ്ങളാണ്. അപ്പം ദൈവം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം മീൻസ് ഞാൻ പല വാക്യങ്ങൾ പല ഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ട് ഒന്നും സെറ്റാകാതാണ് ഇവിടെ വന്ന് നിന്നത്. അപ്പം ദൈവത്തിന് എന്തോ നമ്മളോട് സംസാരിക്കാനുണ്ടെന്നല്ല എന്നോട് സംസാരിക്കാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊന്നിച്ച് ചിന്തിക്കാം. എവിടെ ആണെങ്കിലും വേദപുസ്തകത്തിൽ വിധവയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ള അല്ലെങ്കിൽ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. എല്ലായിടത്തും പഴയ നിയമം തൊട്ട് കാലഘട്ടത്തിലെ വിധവയ്ക്ക് സ്പെഷ്യൽ പരിഗണന ഉള്ളതാണ്. അപ്പോൾ ആ സ്പെഷ്യൽ പരിഗണന കൊടുക്കാൻ എപ്പോഴും നമ്മൾ ഓർത്തോണം എന്നുള്ളത് ഞാൻ ആദ്യമേ ഒരു നോട്ടായിട്ട് പറയുകയാണ്. കാര്യം വിധവ എന്ന് വെച്ചാൽ എന്തുവാണ്? ഭർത്താവ് മരിച്ച സ്ത്രീ അല്ലേ. ആശ്രയം ഭർത്താവ്, ഭാര്യ, അതാണല്ലോ കുടുംബത്തിൻ്റെ വ്യവസ്ഥ. അതിൻ്റെ അകത്തുനിന്ന് ഭർത്താവ് മാറ്റപ്പെട്ടതിന് ശേഷമുള്ള സ്ത്രീയാണ് വിധവ. അപ്പം അങ്ങനെയുള്ളവരെ കാണുമ്പോൾ എപ്പോഴും നമ്മൾ ഓർത്തോണം, നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ നമ്മൾ എടുക്കും. നമ്മുടെ മുന്നിൽ അങ്ങനെയുള്ളവർ വരുമ്പോൾ എന്തെങ്കിലും സഹായമായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഓർത്തോണം നമുക്ക് എന്തോ അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളത്. നമ്മളവരെ കൈപിടിഞ്ഞ് ചെയ്യാൻ അല്ലെങ്കിൽ വെറുതെ വിടാൻ ഇടയാവരുത്. നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു സഹായമായിട്ട് ദൈവം അവരെ എത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക. ഇവിടെ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു. ഈ ഒറ്റ വാക്യം നമ്മൾ വായിച്ച് നിർത്തുവാണെന്നിട്ട് എലീശയോട് എന്തിനാണ് നിലവിളിക്കേണ്ടതെന്ന് ഒരു ചോദ്യം വരുമല്ലേ. നമ്മൾ പഠിപ്പിക്കുന്ന ആരോട് നിലവിളിക്കണമെന്നാ? ദൈവത്തോട് നിലവിളിക്കണമെന്നാ. ഇവിടെ ആരോടെ നിലവിളിച്ചത്? പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യ എലീശയോട് നിലവിളിച്ചു. അപ്പം നമുക്കറിയാം ആരായിരുന്നു എലീശ? ആരായിരുന്നു? പ്രവാചകനായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യ എലീശയോട് നിലവിളിച്ചതെന്ന് അടുത്ത വാക്യത്തിൽ അറിയാം. എന്താണ്? നിന്റെ ദാസനായിരുന്നു എൻ്റെ ഭർത്താവ്. അതായത് വിധവയുടെ ഭർത്താവ് ആരായിരുന്നു? എലീശയുടെ ശിഷ്യനായിരുന്നു അല്ലെങ്കിൽ ദാസനായിരുന്നു. അതുകൊണ്ടാണ് അങ്ങോട്ട് പോയി നിലവിളിച്ചത്. എന്തിനു വേണ്ടിയാണ് നിലവിളിച്ചത്? കടക്കാർ വന്ന് എൻ്റെ മക്കളെ പിടിച്ചോണ്ട് പോകാൻ പോകും. പ്രവാചക ശിഷ്യന്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ അല്ലേ, പ്രവാചകന്റെ അണ്ടറിൽ ദാസനായിട്ടിരിക്കുന്ന വ്യക്തി ആകുമ്പോൾ എന്തോ ആയാലും ഒരു അവിശ്വാസി അല്ലല്ലോ. പ്രവാചക ശിഷ്യന്റെ ഭാര്യ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം ശിഷ്യന്മാരുടെ ഇപ്പൊ ഇതും ഒരു പ്രവാചകൻ തന്നെ ആയിരുന്നു അല്ലേ. പ്രവാചക ശിഷ്യനായിരുന്നു ഈ മരിച്ചുപോയ വ്യക്തി. ആ വ്യക്തിക്ക് കടം ഉണ്ടായി. എങ്ങനെയുള്ള കടമാണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. കടം എന്താണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ പലപ്പോഴും കടമെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സമ്പത്തിലോട്ട് കൊണ്ടുവന്നു. ആത്മീയമായിട്ട് കടങ്ങളില്ലേ? നമ്മൾ കടക്കാരെന്ന് പറയുമ്പോൾ പലപ്പോഴും സാമ്പത്തിക നിലവാരത്തിലുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ഒത്തിരി ഉണ്ട് നമുക്ക് കടം. നമ്മൾ ഒരു വാക്യം എപ്പോഴും പറയുന്നുണ്ട്, ഒരാത്മാവിൻ്റെ വിലമതിക്കാത്തതാണ്, ലക്ഷങ്ങളും കോടികളെക്കാളൊക്കെ വലുതാണ്. അപ്പോൾ ഒരു ആത്മാവിനെ നമ്മൾ നഷ്ടമാക്കുമ്പോൾ നമ്മൾ കടക്കാരാവുമല്ലേ? നമ്മളാകാറുണ്ടോ? നമുക്കതിന് വാല്യൂ ഇല്ലല്ലേ. പലപ്പോഴും സമ്പത്ത് ഒരു 50 ദിനാർ കൊടുക്കാനുണ്ടെങ്കിൽ അവൻ കടക്കാരനാണ്. പക്ഷേ മുന്നിൽ കൂടെ 50 പേര് പോയി ഒരാശ്വാസം പകരാനുള്ളതിന് കൊടുക്കാത്തവൻ നമ്മുടെ മുന്നിൽ ആരാ?
മാന്യനാണ്, വിശ്വാസിയാണ്, എല്ലാമാണ്. ഒരു കടബാധ്യത നമ്മുടെ മണ്ടയ്ക്കോട്ട് നമ്മൾ എടുക്കാറുണ്ടോ? അതിൻ്റെ നമ്മുടെ കൂടെ ഉള്ളവർ നശിച്ചു പോകുമ്പോൾ നമുക്കൊരു കടം അതിൻ്റെ അകത്തുണ്ടെന്നുള്ളത് നമ്മൾ എന്തെങ്കിലും എടുക്കാറുണ്ടോ? നമുക്ക് കടമില്ലല്ലേ? അതല്ല ദൈവം പറയുന്നത്. നമ്മളെ ഒരിടത്ത് ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ അതിൻ്റെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അവിടെ നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾ ചെയ്യുക. ഈ വചനം ചുമ്മാ തന്നെയാണോ? വെറുതെ തന്നെയാണോ? നമുക്ക് വ്യാപാരം ചെയ്യാൻ വേണ്ടി തന്നതല്ലേ? നമുക്ക് കിട്ടിയ ആശ്വാസം നമ്മളെന്താ പകർന്നു കൊടുക്കാൻ വേണ്ടി തന്ന. പക്ഷെ കടം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും സമ്പത്തിലേ പോയി നിൽക്കത്തുള്ളൂ. അതല്ല കടം. ആ കടം വീട്ടാൻ പറ്റും. ആ കടം വീട്ടാൻ പറ്റും. ദൈവം സഹായിച്ചാൽ വീട്ടാൻ പറ്റും, പറ്റാഴികയൊന്നുമില്ല. പക്ഷെ ഒരു ആത്മാവ് നഷ്ടമായി പോയി കഴിഞ്ഞാൽ അത് വീട്ടാൻ പറ്റുമോ? ഈ ലോകത്തിൽ നിന്നൊരു വ്യക്തി മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയെ പിന്നെ നേടാൻ പറ്റുമോ? നമുക്ക് ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ആശ്വാസം നമുക്ക് പിന്നെ കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും വീട്ടാൻ പറ്റത്തില്ല. ചില കടങ്ങൾ വീട്ടാൻ പറ്റത്തില്ല. ചില കടങ്ങൾ വീട്ടാൻ പറ്റത്തില്ല. ഏതാണ്? ആത്മീയമായിട്ടുള്ളത്. കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിലേ കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് വളർത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമോ? നമ്മൾ പഴഞ്ചൊല്ലില്ലേ, കതിരെ കൊണ്ടത് വളം വെച്ചിട്ട് കാര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് കുഞ്ഞിലേ കൊടുക്കണം. അതും കടവാ. നമ്മൾ പരിഗണിക്കാറുണ്ടോ കടവായിട്ട്? നമ്മളെ ഉത്തരവാദിത്തത്തിലാക്കി വെച്ചതല്ലേ? ആ കുഞ്ഞിന്റെ അപ്പനും അമ്മയായിട്ട് നമ്മളെ ആക്കി വെച്ചതാരാ? ദൈവമല്ലേ? ആ ഉത്തരവാദിത്തം ചെയ്യാതിരിക്കുമ്പോൾ എന്തുകൊണ്ടത്? അതും കടവാ. അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുന്നതാണ് കടം. എന്താണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുമ്പോൾ അത് കടമായി മാറും, പെൻഡിങ് ആവും. നമ്മളുടെ ചിന്ത എപ്പോഴും സാമ്പത്തികം മാത്രം നിൽക്കരുത്. കടത്തിൽ വരുമ്പോൾ നമ്മൾ ഇവിടെ വന്ന് നിന്നൊരു സാക്ഷ്യം പറയുമ്പോൾ, നമുക്ക് വേണ്ടി അനേകർ പ്രാർത്ഥിക്കുമ്പോൾ, നാളെ അതേ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമ്മളുടെ വിഷയം ഓരോരുത്തരും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് പോലെ അവരുടെ വിഷയവും നമ്മുടെ വിഷയമായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിലും, നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പിൽ നോക്കിയാലും ഓരോ കാര്യത്തിലും നമ്മൾ കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പറയുമ്പോൾ എപ്പോഴും മറ്റിടത്ത് പോയി നിൽക്കുന്നു. അവൻ അത്രയും കടമുണ്ട്, ഇവന് ഇത്രയും കടമുണ്ട്, ഞാൻ ഫ്രീ, എനിക്ക് ഒരു കടവുമില്ല. എളിയരും നിർത്തിയിരിക്കുന്നതാണ്. ദൈവം നിർത്തിയിരിക്കുന്നത് നമ്മുടെ ആരുടെയും കഴിവല്ല. പല സിറ്റുവേഷനിലും ദൈവം നമ്മളെ കൊണ്ടുവന്നിട്ടാൽ അറിയാം നമ്മൾ എങ്ങനെ ആവുമെന്ന്. പല സിറ്റുവേഷനിലും നമ്മളെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തിയാൽ അറിയാം നമ്മൾ അങ്ങനെ ആവുമെന്ന്, നമ്മൾ ആരാണെന്നുള്ളത്. അതിൽ പോകാതെ വീഴാത്തത്, നമ്മൾ പോയാൽ വീണ് പോകുമെന്നറിയാം, നമ്മൾ പോയാൽ പെട്ടുപോകുമെന്നറിയാം. പലരും കടന്നു പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ നിലനിൽക്കത്തില്ലെന്ന്. അതുകൊണ്ട് അങ്ങോട്ട് വിടാത്തത് ദൈവത്തിൻ്റെ കൃപ, മറ്റല്ലാതെ ഒന്നുമല്ല. മനുഷ്യനോട് ഇവിടെ നിലവിളിക്കുന്നതായിട്ട് കണ്ടു, പക്ഷേ അത് മനുഷ്യനോടല്ല, തൻ്റെ ഭർത്താവിൻ്റെ യജമാനൻ. അതായത് തൻ്റെ ഭർത്താവ് യഥാർത്ഥമായിട്ടുള്ള ഒരു ശിഷ്യനായിരുന്നു എന്നുള്ളത് വൈഫ് പറയുന്ന സാക്ഷ്യം. അതിനേക്കാൾ വലിയ സാക്ഷ്യമുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടുന്ന സാക്ഷിയല്ല ഏറ്റവും വലിയ സാക്ഷ്യം. നാട്ടുകാർ പറയുന്ന സാക്ഷ്യമാണോ എടുക്കേണ്ടത്? കാര്യം ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണുന്നത് എവിടാണ്? വീട്ടിലല്ലേ? അവിടാണ് 100%. നമ്മൾ അല്ലെന്ന് പറഞ്ഞാൽ ശരി, നമ്മുടെ ഏറ്റവും നല്ല ഗുണവും ഏറ്റവും മോശം സ്വഭാവവും വീട്ടിലാണ് കാണുന്നത്, അല്ലെങ്കിൽ വീട്ടിലാണ് കാണിക്കുന്നത്. അപ്പം അവിടുന്ന് നല്ല സാക്ഷ്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആരും പറയേണ്ട കാര്യമുണ്ടോ? വേറെ ആരുടെയും കാര്യമില്ല. പക്ഷെ വേറെ ആരും പറയുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും നമുക്ക് പരാതികൾ വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് എന്തൊക്കെയോ കുറവുണ്ട്. നമുക്ക് മറ്റെന്തെങ്കിലും പരാതികൾ വരുന്നുണ്ടെങ്കിൽ, നമുക്ക് ആരെങ്കിലും കുറിച്ച് നമുക്ക് പരാതി വരുന്നുണ്ടോ? അപ്പം നമ്മൾ എന്താണ്? നമ്മൾ ഇച്ചിരി ശ്രേഷ്ഠരാകും, മറ്റവർ താഴെയുള്ളവരാകും. നമ്മൾ ഉദ്ദേശിച്ച കാര്യം അവർ നമുക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി നമ്മളങ്ങ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വചനം പറയുന്നത് എന്താണ്? നമുക്ക് അവരെന്താണോ ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ അവർക്ക് ചെയ്യാം, അല്ലേ? അതല്ലേ പറഞ്ഞേക്കുന്നത്. അത് നമ്മൾ ചെയ്യാറുണ്ടോ? പരാതിയായിട്ടിരിക്കരുത്. അതല്ല നമ്മുടെ ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. പരാതി പറയാനല്ല, പ്രാർത്ഥിക്കാനാണ്.
കൈത്താങ്ങാനാ, സപ്പോർട്ട് ചെയ്യാനാ. അതൊന്നും നഷ്ടമായി പോത്തില്ല. ഇവിടെ എലീഷ അവർക്ക് മധ്യസ്ഥനായിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്തു. നമുക്കാരുണ്ട്? യേശുക്രിസ്തു നമുക്കുണ്ട്. ഇവിടെ എലീഷയുടെയൊക്കെ പോയിട്ട് നമുക്ക് പോകാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? നമ്മുടെ ഏത് കടവും, ഏത് പ്രശ്നവും, ഏത് സമയത്തും, എപ്പോഴും കൃപാസനത്തോട് ചെല്ലാൻ നമ്മളെ ആക്കിയിരിക്കുക. നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? ഫസ്റ്റ് നമ്മൾ എന്ത് തിരിച്ചറിയണം? നമുക്ക് കടമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം, ഇല്ലേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ കടമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാലേ അത് വീട്ടാൻ വേണ്ടി നമ്മൾ പോകത്തുള്ളൂ, അല്ലേ? അതോ ഈ സ്ത്രീക്ക് വന്ന പോലെയുള്ള ഞെരുക്കങ്ങൾ പറഞ്ഞോ? നമ്മൾ അതിനുവേണ്ടി വാശി പിടിക്കരുത്. ഇവിടെ ഒരു പ്രതികൂലം വന്നപ്പോഴാണ് എലീഷയുടെ അടുക്കലോട്ട് പോകുന്നത്. അതായത് മക്കളെ പിടിച്ചോണ്ട് പോകാൻ വന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നപ്പോഴാണ് എലീഷ അടുക്കലോട്ട് പോയത്, ഇല്ലേ? എന്തായാലും അതിന് മുന്നേ തന്നെ ഈ കടം ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? ഈ ഭർത്താവ് മരിക്കുന്നതിന് മുന്നേ ഈ കടമില്ലായിരുന്നോ? ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷേ ഒരു പ്രയാസം വന്നപ്പോൾ എലീഷ അടുക്കലോട്ട് പോയി. ഈ പ്രയാസം വന്നാലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ അടുക്കലോട്ട് പോകുമോ? നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്ക്. ഈ പ്രയാസം വന്നാൽ, പ്രയാസം എന്താണ്? ഒരു സൂചനയാണ്. ഈ പ്രയാസം വന്നാലെങ്കിലും കർത്താവിൻ്റെ അടുക്കലോട്ട് പോകും. നമ്മൾ പോണം. പോയാൽ എന്തുണ്ട്? പ്രതിവിധിയുണ്ട്. പോയാൽ അവിടുന്ന് പറയുന്ന അതേപോലെ അനുസരിക്കണം. എക്സ്ട്രാ ഒന്നും ചെയ്യണ്ട. പറയുന്നത് അതേപോലെ അനുസരിക്കുക. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, എങ്ങനെയാണ് ആ അനുസരണം എന്നുള്ളത്. അപ്പം നമുക്ക് കർത്താവുണ്ട്. ഏത് സമയത്തും നമുക്ക് കർത്താവിൻ്റെ അടുക്കലോട്ട് ചെല്ലാം, അല്ലേ? ഏത് സാഹചര്യത്തിലും എവിടെ ആയിരുന്നാലും നമ്മുടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം. നമുക്ക് വേണ്ട ആശ്വാസം, നമുക്ക് വേണ്ട എന്താണോ അത് പകർന്നു നൽകാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ഒരു വിശ്വാസി കടക്കാരനാകുന്ന പാപമാണോ? ആൻസർ ഇല്ല, അല്ല. അരെ എല്ലാ വിശ്വാസികളും കടക്കാരാ. ഡിഫറെന്റ് നിലവാരത്തിലാണെന്നേ ഉള്ളൂ. നമ്മൾ തൂക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആത്മീയമായിട്ടുള്ള കടമായിരിക്കും ഏറ്റവും താന്നു നിൽക്കുന്നത്. നമ്മൾ ചെയ്യാൻ വിട്ടുപോയ കാര്യങ്ങൾ, നമ്മുടെ മുന്നിൽ വന്നിട്ടും നമ്മൾ ചെയ്യാതെ വിട്ടുപോയ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരാത്മാവിന്റെ വില കോടിക്കണക്കിന് രൂപയേക്കാൾ വലുതാണ്. ഒരാത്മാവിനെ നേടാൻ സാഹചര്യം ഉണ്ടായിട്ട് നേടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സാമ്പത്തികമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കി, ഒറ്റ ആത്മാവ് എവിടെ പോയി? അപ്പം നമ്മൾ കടക്കാരല്ലേ? തീർച്ചയായിട്ടും നമ്മൾ കടക്കാരാണ്. നമ്മൾ മനസ്സിലാക്കണം. ഏത് സാഹചര്യത്തിലൂടെ പോയാലും ഒരു വിശ്വാസി കടക്കാരനാകുന്നു എന്ന്, സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ കടക്കാരനാകുന്നു പറഞ്ഞാൽ അവൻ പാപിയല്ല. അത് വീട്ടാൻ മനസ്സുള്ളിടത്തോളം അത് വീട്ടും എന്നുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്നവനാണ് ബലവാൻ, അല്ലെങ്കിൽ ശിഷ്യൻ. അതിൽ നിന്ന് ഒളിച്ചോടത്തില്ല. ഇവിടെ ഈ പ്രവാചകൻ ആത്മഹത്യ ചെയ്തു വല്ലാണോ? ആണോ? അല്ലല്ലോ. അവന് കടമുണ്ടായിട്ട് ആത്മഹത്യ ഒന്നും ചെയ്തതല്ല. സ്വാഭാവിക മരണമായിരിക്കും നമ്മൾ അനുമാനിക്കുന്നു. അങ്ങനെ മരിച്ചെന്ന് പറഞ്ഞിട്ടില്ല. കടമുണ്ടായിട്ട് ആത്മഹത്യ ചെയ്ത് എത്രയോ ആൾക്കാരുണ്ട്, ഇല്ലേ? നമ്മുടെ ചർച്ചയിൽ വന്ന ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വലിയൊരു നഷ്ടമായിരുന്നു നമുക്ക്. അപ്പം ഏത് പ്രതിസന്ധി വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ഒന്ന് അവനുണ്ടായിരുന്നു. അവൻ്റെ കുടുംബത്തിനും ഉണ്ടായിരുന്നു, അവൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു. എന്താണ്? എലീഷ അവളോട് ചോദിക്കുമ്പോൾ ഒരു കാര്യം പറയും. അവിടെ വീട്ടിൽ മറ്റൊന്നുമില്ല, ഒരു ഭരണി എണ്ണയുണ്ട്. എണ്ണ എന്തിനാണ് കാണിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ. മറ്റൊന്നുമില്ലേലും പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു അവൻ്റെ വീട്ടിൽ. അതിനെ കൊടുക്കാൻ അവന് കഴിയും. അവൻ കടക്കാരനായിരിക്കാം, പക്ഷെ അവൻ്റെ വീട്ടിലെന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടോ?
നമ്മുടെ വീട്ടിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അവരെ നമ്മളുടെ കാലം കഴിഞ്ഞാലും അവർ ദൈവത്തിന് മുന്നിൽ നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? അവൻ മരിച്ചുപോയി, പക്ഷെ അവന്റെ വീട്ടിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അത് മതി അവനെ നടത്താൻ. ആ കുടുംബത്തിന്റെ ബാക്കിയുള്ള എല്ലാ പ്രശ്നം തീർക്കാനും അത് മതിയായിരുന്നു. ആ ഒരൊറ്റ കാര്യം. നമ്മുടെ ഉള്ളിൽ ആത്മാവിന് എത്ര വാല്യൂ ഉണ്ട്. നമ്മൾ പ്രാപിച്ച ആത്മാവിനെ വീണ്ടും വേണം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകരാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ അത് നിലനിർത്താൻ മറ്റൊന്നുമില്ലേലും പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ വീട്ടിലുണ്ട്. അതുണ്ടെങ്കിൽ ബാക്കി എല്ലാ സന്തോഷങ്ങളും, അതുണ്ടെങ്കിൽ ബാക്കി എല്ലാത്തിനും പ്രതിവിധിയുണ്ട്. ഒന്ന് മതി, അവന്റെ വിശ്വാസം അവന്റെ കുടുംബത്തിൽ പകർന്നു. അവന്റെ വീട്ടിൽ അവന് സാക്ഷ്യം ഉണ്ടായിരുന്നു. അവന് പരിശുദ്ധാത്മാവിനെ അവന്റെ കുടുംബത്തിന് കൊടുക്കാൻ സാധിച്ചു. നമ്മുടെ പലപ്പോഴും മറ്റുള്ള സന്തോഷങ്ങളിലേക്ക് പോകുമ്പോൾ അതൊക്കെ എന്താണ്, അല്പസമയത്തേക്കേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊന്നും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ ദൈവത്തിനെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷവും സമാധാനം കാണും, ഇല്ലേ? അപ്പം നമുക്കറിയാം, ഈ സാമ്പത്തികമായിട്ടുള്ള കടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ സ്വസ്ഥത സമാധാനം കാണും? തീർച്ചയായിട്ടും കാണത്തില്ല. കാര്യം എന്താണ്? പ്രശ്നങ്ങൾ ഒന്നിനുമേൽ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ സമാധാനം സന്തോഷവും ഇല്ലാതാക്കും. ആ സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോഴോ ആ പ്രശ്നത്തിന്റെ നടുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കുമ്പോഴോ ഏതാ വലുത്? മറ്റേ പ്രശ്നമായിരിക്കുമോ അതോ പരിശുദ്ധാത്മാവായിരിക്കും? പരിശുദ്ധാത്മാവല്ലേ വലുത്. അപ്പൊ എന്താണ്? സന്തോഷവും സമാധാനവും അവിടെ ഉണ്ടാകണം. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ നിറഞ്ഞാൽ ഏത് പ്രശ്നത്തിലും പരിഹാരം നൽകാൻ കഴിവുള്ളവനാണെന്ന് നമ്മളുടെ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ ആ ആത്മാവിനാൽ നമ്മൾ നിറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനം വരും. ഏത് സാഹചര്യമാണെങ്കിലും, എന്ത് പ്രശ്നമാണെങ്കിലും. എപ്പോഴും എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സിംഹക്കുഴിയിലേക്ക് തീയിലേക്ക് 3 നമ്മുടെ യഹൂദൻ ബാലന്മാർ പോയില്ലേ? അവർ പോയ സന്തോഷം എങ്ങനെയായിരുന്നു? അവരെ പിടിച്ചോണ്ട് പോയവൻ അവിടെ കത്തി വീണ്, എന്നിട്ട് അവരകത്തോട്ട് കയറി പോവാ. അവരുടെ സന്തോഷം എത്ര വലുതായിരുന്നു. അവരെന്തോത്തിലോട്ടാ പോയത്? നമ്മൾ വിചാരിക്കുന്ന പ്രതിസന്ധിയിലേക്ക് അവർ പോയത്, നമ്മൾ വിചാരിക്കുന്ന തീയിലേക്ക് അവർ പോയത്. പക്ഷെ അവരെങ്ങോട്ടാ പോയത്? പിടിച്ചോണ്ട് പോയോ കത്തി വീണ്, എന്നാലും ഞങ്ങൾ സന്തോഷത്തോടെ പോകാം. അവർ കണ്ടതാരെ അവിടെ? നമ്മൾ കണ്ടോ? കണ്ടെങ്കിൽ സന്തോഷത്തോടെ പോകും. മറ്റൊന്നിനും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ലോകത്തിലുള്ള മറ്റൊന്നിനും നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ഈ ആത്മാവ് ഉണ്ടെങ്കിൽ, ഈ ദൈവത്തിന്റെ ആത്മാവിനാലാണ് നമ്മൾ നടത്തപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ രക്ഷ നഷ്ടമാകത്തില്ല. നമ്മുടെ രക്ഷ നിത്യമാവും. നിത്യമായ രക്ഷ ലഭിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മറ്റെന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? പക്ഷേ ആത്മീയമായ കടങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ അവിടുത്തെ റാങ്കിങ്ങിനെ ബാധിക്കും. അവിടെ റാങ്കിങ് ഉണ്ടെന്ന് എല്ലാവർക്കും ഉറപ്പുണ്ടല്ലോ അല്ലേ? അവിടുത്തെ റാങ്കിങ്ങിനെ ബാധിക്കും. അതിനെന്ത് ചെയ്യണം? ഇവിടെ ചെയ്യേണ്ടത് ചെയ്തേ പറ്റൂ. മറ്റേതിന്റെ പുറകെ പോകണ്ട. ഇത് ചെയ്താൽ അതിലൂടെ മറ്റേതും കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ആത്മീയ ബാധ്യതകൾ, ആത്മീയ കടങ്ങൾ തീർക്കാൻ തീരുമാനത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബാക്കിയുള്ളത് പുറകെ ദൈവം നോക്കും. ഈ ലോകത്തിലെ ബാക്കി ഏത് ബാധ്യതയാണെങ്കിലും ഏത് കടമാണെങ്കിലും ദൈവം നോക്കും. അത് ആരുടെ ഉത്തരവാദിത്വം? പിന്നെ ദൈവത്തിന്റെ ഉത്തരവാദിത്വം. നമ്മൾ തീരുമാനം എടുത്ത് മുന്നോട്ട് പോയാൽ മറ്റേതിനുള്ള പ്രതിഫലം, മറ്റേതിനുള്ള പ്രതിവിധി അവിടെ ചെയ്തു. നമ്മൾ ഒന്നും നോക്കണ്ട. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നേ. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. 4 വർഷം മുന്നേ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 16,800 ദിനാർ കടം ഉണ്ടായിരുന്നു. എനിക്ക് 16,800 ദിനാർ കടം ഉണ്ടായിരുന്നു. അന്ന് ജോലി കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു 5 വർഷം 6 വർഷം ജോലി ചെയ്യുന്ന ശമ്പളം ഞാൻ അതേപോലെ കൊടുത്താലും എൻ്റെ കടം തീരത്തില്ല.
ഇപ്പം തീർന്നിട്ടല്ല, പകുതി കൂടുതൽ തീർക്കാൻ ദൈവം ഇടയാക്കി. ഇപ്പം ഏതാണ്ട് 7400 7200 ദിനാറിലേക്ക് എത്തി. മീൻസ് കണക്ക് പറയുമ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. 16,800 ഉണ്ടായിരുന്നു, ഇപ്പം 7000-ലായിട്ട്. ഞാൻ എവിടെയും ഓടിപ്പോയില്ല. എൻ്റെ സ്വസ്ഥയും സമാധാനവും എവിടെയും പോയിട്ടില്ല. എൻ്റെ വീട്ടിൽ സ്വസ്ഥയും സമാധാനത്തോടെ എന്നെ ദൈവം നടത്തുന്നു. സുഖമായ ഉറക്കം തന്ന് എന്നെ ദൈവം നടത്തുന്നുണ്ട്. ഞാൻ എൻ്റെ ചെറിയൊരു കടത്തിൻ്റെ കാര്യം പറഞ്ഞു, സാമ്പത്തികമായിട്ടുള്ള. ദൈവകൃപയാൽ സന്തോഷത്തോടെ ഓരോ ദിവസം മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കുന്നു. ഞാൻ ജോലി കിട്ടിയ അല്ലാതെ എനിക്ക് വേറൊരു ഇൻകവും ഇല്ല. ഒരു ഏകദേശം 28,000 ദിനാർ മാർക്കറ്റിൽ നിന്ന് കിട്ടാൻ 100 ഫിൽസ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചു പോയിട്ടുമില്ല. ഞാൻ ദൈവത്തിന് മുമ്പാകെ തീരുമാനം എടുത്താണ്, ഇനി ഞാനത് ചോദിക്കാൻ പോത്തുമില്ല. 1 രൂപ പോലും ഒരാളും തന്നിട്ടില്ല. ഞാൻ ഒട്ട് ചോദിക്കാനും പോത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പാകെ തീരുമാനം എടുത്താണ് ഞാൻ ജോലി ചെയ്ത് വീട്ടാനുള്ള വീട്. ആ തീരുമാനത്തോടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ദൈവം ഇതുവരെയും എൻ്റെ ഒരു കാര്യത്തിനും മുടക്കം വന്നിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ നടത്തിയത്. ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും നടന്നു. എൻ്റെ കാര്യത്തിൽ ഒരു മുട്ടുമില്ലാതെ ദൈവം നടത്തുന്നുണ്ട്. ദൈവം നടത്തും, നമ്മൾ വിശ്വസിക്കുക. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുക. ദൈവം നടത്താൻ ശക്തനാണ്. നമ്മൾ ആരിലാണ് വിശ്വസിച്ചിരിക്കുന്നത് മാത്രം നമ്മൾ നോക്കുക. കടമുള്ളവരിൽ നിന്ന് നിലവിളി ഉയരണം. അത് വീട്ടുവാൻ അകത്തുനിന്ന് താല്പര്യം വേണം. ഇവിടെ പ്രശ്നം വന്നപ്പോൾ ആദ്യമേ ഓടിയത് അങ്ങോട്ടാ, പ്രവാചകന്റെ അടുക്കലോട്ട് ഓടി അല്ലേ. നമ്മളെങ്ങോട്ട് പോകണം? നമ്മൾ പറഞ്ഞ നമ്മുടെ കർത്താവിൻ്റെ അടുക്കലോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് നിലവിളി ഉയരണം. അവിടുന്നേ നമുക്ക് വിടുതലുള്ളൂ. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വിടുതൽ നൽകിയാൽ അതിൻ്റെ അകത്ത് നിത്യമായിട്ടുള്ള ഒരു വിടുതലായിരിക്കും. കടം കൂടുമ്പോൾ നമ്മൾ ഓർക്കണം എന്തിനൊക്കെയോ നമ്മൾ അടിമകളാകുന്നു. ഇവിടെ എന്തോത്തിന് അടിമയാകാൻ പോയത്? മക്കൾ അടിമയാകാൻ പോയതാ അല്ലേ? നമ്മളുടെ കടങ്ങൾ കൂടുമ്പോൾ, ഏത് തരത്തിലുള്ളതായാലും കൂടുമ്പോൾ നമ്മൾ എന്തിനൊക്കെയോ അടിമകളാകാൻ പോവുകയാണ്. നമ്മൾ അതിനുള്ളതല്ല, അടിമകളാകാനുള്ളവരല്ല. നമ്മൾ സ്വതന്ത്രരാണ്. സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ അടിമകളായി പോകാനുള്ളവരല്ല. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക. ഇവിടെ എലീഷ ചോദിച്ചു, നിന്റെ കടം വീട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണം? യേശു നമ്മളോട് ചോദിക്കുക, നിന്റെ കടം വീട്ടി തരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് മറുപടി ഉണ്ട്. ഇവിടെ എലീഷയ്ക്കുള്ള മറുപടി പറഞ്ഞിട്ടില്ല. ഇവിടെ എലീഷ ചോദിച്ച്, നിന്റെ കടം വീട്ടാൻ വേണ്ടി അല്ലെ നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? ആ ചോദ്യത്തിന് സൈലന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നത് അടുത്ത ചോദ്യവും ഉടനെ തന്നെ ചോദിച്ചത്, നിന്റെ വീട്ടിൽ നിന്റെ കയ്യിൽ എന്തുണ്ട്? ഈ 2 ചോദ്യം നമ്മളോട് ചോദിക്കുവാണ്. യേശു നമ്മളോട് ചോദിക്കുവാണ്, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? നിന്റെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട്. നമുക്ക് എന്താണ് വേണ്ടത്? ഉത്തരവുണ്ടോ? ഉത്തരം നോക്കിക്കോണം. ഉത്തരം കണ്ടുപിടിച്ചോണം, പറഞ്ഞോണം. ഉത്തരം കണ്ടുപിടിച്ച് പറഞ്ഞോണം നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്നുള്ള. നമ്മൾ അന്വേഷിച്ചോണം. നമ്മുടെ കയ്യിലുള്ളത് വേറെ ആരെങ്കിലും ആണോ അറിയുന്നത്? നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്ന് ആരൊക്കെ അറിയാവുന്നത്? നമുക്കറിയാവുന്നല്ലേ. നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ടെന്ന് നമ്മൾ അറിയണം. ഇല്ലെങ്കിൽ ഇന്ന് മുതൽ അതിനുവേണ്ടി തീരുമാനം എടുത്തോ. നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതെ നമ്മുടെ ഉത്തരമെങ്കിൽ ഇന്ന് മുതൽ തീരുമാനം എടുത്തു. അവിടെ പാത്രങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ്? നിന്നെ കൊണ്ട് പറ്റുന്ന പാത്രങ്ങൾ കളക്ട് ചെയ്തോളാൻ പറഞ്ഞു ഇല്ലേ? മക്കൾ പോയി പറ്റുന്നത്ര പാത്രം മേടിച്ചു. അത് നിറച്ച് കഴിഞ്ഞിട്ടും പിന്നെയും ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ അമ്മ പറയുവാണ്, പോയി വീണ്ടും പാത്രങ്ങൾ കൊണ്ടുവരും. അപ്പൊ പറഞ്ഞ എന്താണ്? ഈ പാത്രങ്ങളൊന്നുമില്ല. ആ നിറവിനെ മനസ്സിലാക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ദൈവം തന്നാല് നമ്മളുടെ ഫുള്ള് നമ്മൾ നിറയ്ക്കുവാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ തരാനുള്ള കഴിവുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ. ആ മക്കൾ വിചാരിച്ചെന്താണ്? ആ പാത്രങ്ങൾ കൊണ്ട് അവരെ കൊണ്ട് പറ്റുന്ന എല്ലാം കളക്ട് ചെയ്തില്ലേ? അത് മുഴുവൻ നിറഞ്ഞില്ലേ? ഇനി അവർ പാത്രം വേറെ എവിടുന്നെങ്കിലും പോയി കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് നിറയ്ക്കാനുള്ള തരത്തില്ലായിരുന്നോ? തന്നാലത് ആർക്കാ പോകുന്നത്? തന്നത് ആർക്കാ? അവർ അങ്ങനെ കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ആർക്കാ അത് കിട്ടാൻ പോകുന്നത്? അതിന്റെ അനുഗ്രഹം കിട്ടാൻ പോകുന്നത് ആർക്കാ? അവർക്ക് തന്നെ. ഇതില്ലാത്ത പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓർത്തണം, ആത്മാവല്ലേ പരിശുദ്ധാത്മാവ്. നമ്മൾ എണ്ണ നമ്മൾ പറഞ്ഞത്
ഇപ്പൊ എണ്ണയില്ലാത്ത പാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരോട് പറയാം, നമുക്ക് ഉപമിക്കാം. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ചിന്തിക്കുകയാണ്, മറ്റുള്ള ദൈവത്തെ അറിയാത്ത അല്ലെ പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്ത വ്യക്തികളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പം എത്ര ആത്മാക്കളെ നേടാൻ പറ്റും? ആത്മാവില്ലാത്തവരെ എണ്ണയില്ലാത്തതിൻ്റെ അകത്തോട്ടല്ലേ നിറച്ചത്, വെറും പാത്രങ്ങളിലോട്ടല്ലേ നിറച്ചത്. ഇപ്പൊ എത്ര പാത്രങ്ങളിലോട്ട് നിറയ്ക്കാൻ പറ്റും നമുക്ക്? നമ്മൾ മാക്സ് സ്വരൂപിക്കുന്നതിൻ്റെ അകത്തെ നമ്മളുടെ റേഞ്ച് വരുന്നുള്ളൂ. അല്ല, എത്ര വേണേലും കൊണ്ടുവന്നു, അത് മുഴുവൻ നിറയ്ക്കാൻ പരിശുദ്ധാത്മാവുണ്ട്. എത്ര വേണേലും കൊണ്ടുവന്നു നിറയ്ക്കാൻ പരിശുദ്ധാത്മാവുണ്ട്. നമ്മളുടെ ചിന്തയിലോ നമ്മുടെ റേഞ്ചിലോ ഉള്ളതല്ല. അപ്പം നമുക്ക് എത്ര നേടാൻ പറ്റുന്ന ആത്മാക്കളുടെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് നേടാൻ പറ്റുന്ന ആത്മാക്കളുടെ റേഞ്ച് ഒന്ന് നോക്കി. 100 ആണോ 1000 ആണോ? നമ്മൾ ചിന്തിക്കും ഇത്ര മതിയെന്ന്. നമ്മളുടെ ചിന്തയാണത്. ദൈവത്തിന്റെ കഴിവില്ലായ്മ അല്ലെങ്കിൽ ദൈവത്തിന് കഴിയാത്തതല്ല. നീ 100 കൊണ്ടുവന്നോ 1000 കൊണ്ടുവന്നോ 10000 കൊണ്ടുവന്നോ നിറയ്ക്കാൻ ശക്തനാ. അതെല്ലാം ആർക്കാ ബെനിഫിറ്റ് ആകാൻ പോകുന്നത്? നമുക്ക്. അവരുടെ കടം മാറി കഴിഞ്ഞ് ബാക്കിയുള്ളത് ആർക്കാ? അവർക്ക് ഉപജീവനത്തിന് വേണ്ടി കൊടുത്തത്. ഇത് നിറച്ചോ, അവിടെ ചെല്ലുമ്പോൾ റാങ്ക് മണ്ടക്കി കിട്ടും. റാങ്ക് വേണമെങ്കിൽ എത്ര വേണേലും നേടിക്കും. ഇപ്പം എന്താണ്? കടമുണ്ടെന്ന് മനസ്സിലാക്കണം, വീട്ടാൻ മനസ്സ് വേണം, നിലവിളിക്കണം, വർക്ക് ചെയ്യണം. ദൈവം നിറയ്ക്കും. ഈ വചനങ്ങളാ ദൈവം നമ്മളെ പറഞ്ഞു. 2 കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാം. ഈ മെസ്സേജിന്റെ ഭാഗമല്ല, മെസ്സേജിന്റെ ഭാഗമായിട്ട് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സമയം വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? കാര്യം ലേറ്റായെന്ന് പറഞ്ഞ് നമ്മൾ ചർച്ചയിൽ പോകാതിരിക്കും, ലേറ്റായി പറഞ്ഞ് എയർപോർട്ടിൽ പോകാതിരിക്കും. മാക്സിമം ട്രൈ ചെയ്യും. സിനി ഒന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. 1/2 മണിക്കൂർ മുന്നേ എയർപോർട്ടിൽ ചെന്നു, ഒരു കയറ്റി വിടത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലല്ലോ. 1/2 മണിക്കൂർ മുന്നേ ആരെങ്കിലും എയർപോർട്ടിൽ പോയിട്ടുണ്ടോ? അപ്പോൾ അത്ര ലേറ്റ് ആണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യും നമ്മുടെ പൈസ പോകാതിരിക്കാൻ. എന്നാൽ ചർച്ചിലോ ആ പൈസയേക്കാൾ എത്ര വലുതോ അത്? ആ പൈസയേക്കാൾ എത്ര വലുതുള്ളതാണ് ഇവിടെ ദൈവത്തിന്റെ വചനത്തിന്റെ വാല്യൂ. നമ്മൾ ചിന്തിക്കാറപ്പുറം. അത് ലേറ്റായെന്ന് പറഞ്ഞ് നഷ്ടമാകരുത്. നിങ്ങൾക്ക് വരാൻ പറ്റുമോ? വരുക. 5 മിനിറ്റ് ആണോ? 5 മിനിറ്റ് വരുക. വന്ന് അല്പസമയമെങ്കിലും ഒരാളോട് സംസാരിച്ചാൽ മതിയായിരിക്കും. ചിലപ്പോൾ ആ ആളോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു പ്രയാസം നമ്മളോട് പറയും. അതിനൊരു ആശ്വാസം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലുതാണ്. നമ്മൾ ചിന്തിക്കാനേ അപ്പുറമാണ്. അപ്പം നമ്മുടെ പാസ്റ്റർ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് ഇതുമായിട്ട് എൻ്റെ ഒരു മെസ്സേജിൻ്റെ അകത്തുള്ള ഭാഗമായിരുന്നു. ഞാനത് ആ മെസ്സേജ് ടോട്ടലി ക്യാൻസൽ ചെയ്തിട്ടാണ് ദൈവം ഇതിലേക്ക് നിർത്തിയത്. അപ്പം ഈ ഒരു ഭാഗം പറയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രം പറഞ്ഞാണ് ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നത്.